ഹലോ ഗൈസ്, ഇന്ത്യൻ ഫുട്ബോളിലെ ക്ലബ്ബുകൾ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ബാധിച്ചിട്ട് ഷട്ട് ഡൗൺ ചെയ്യപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അതിപ്പം ISL വന്നതിന് ശേഷം പോലും നമുക്ക് ആ ഒരു സാഹചര്യം, ഇപ്പോൾ FC പൂനെ സിറ്റിയുടെ കാര്യം പറയാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈദരാബാദ് FC നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയെ പറ്റി നമുക്കറിയാം. അവർ നിർത്തിപ്പോകുമോ, അടുത്ത സീസണിൽ ഉണ്ടാകുമോ എന്ന് പറയുന്ന ഒരു ചോദ്യചിഹ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ചർച്ചിൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഷട്ട് ഡൗൺ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില വാർത്തകൾ, അല്ലെങ്കിൽ പിരിച്ചുവിടാൻ പോകുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ വന്നാണ് അവർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതുകൊണ്ട് തന്നെ. പക്ഷേ പിന്നീട് ആ ഒരു വാർത്ത തെറ്റാണ് എന്നൊക്കെയുള്ള തരത്തിൽ കാര്യങ്ങളൊക്കെ വന്നിരുന്നു. എന്താണെങ്കിലും അത് അടുത്ത സീസണിൽ ചർച്ചിൽ പ്രദേശ് ഇന്ത്യൻ ഫുട്ബോൾ ലീഗിലേക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈദരാബാദ് FCയുടെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നൊരു സമയത്ത് ചിലരെങ്കിലും ഒക്കെ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണല്ലേ ശരി, നമുക്ക് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയാണല്ലോ നിലകൊള്ളുന്നത്. അപ്പോൾ മോഹൻ ബഗാനൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം പണി കിട്ടിയേനെയല്ലോ എന്നുള്ളത്. ഒരിക്കലും ഈ മോഹൻ ബഗാനെയും ഹൈദരാബാദ് FC ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മോഹൻ ബഗാൻ സ്പെൻഡ് ചെയ്യുന്ന പോയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന പോലെയെങ്കിലും ഹൈദരാബാദ് FC ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മോഹൻ ബഗാൻ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ റീസൺ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അവരുടെ ഓണേഴ്സിന് അത്രമേൽ പണമുണ്ട്. ഇപ്പം ISL ഓണേഴ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ പണമുള്ള ഓണേഴ്സിൽ ഒരാൾ തന്നെയാണ് ഇപ്പോൾ സഞ്ജീവ് വാങ്കയുടെ RPSG ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം അത്രമേൽ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയിട്ടുള്ളൊരു ഓണേഴ്സ് ആണോ ഹൈദരാബാദ് FCയുടെ എന്നുള്ളത് അവിടെ നിൽക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഹൈദരാബാദ് FCയുടെ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ഈ പറയുന്നത് പോലെ പ്ലേയേഴ്സിനെ എമർജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സെല്ല് ചെയ്യുന്നൊരു പരിപാടിയൊക്കെ തന്നെയാണ്. അല്ലാതെ ഇവർ വലിയ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് കൊണ്ടുവരിക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും അവരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് ഒരു ബാധിച്ചൊരു പ്രശ്നമാണ്. അവർക്ക് വേണ്ട വിധത്തിൽ ഫാൻസിനെ ഒന്നും അട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈവൻ അവരുടെ ട്രോഫിയൊക്കെ സ്വന്തമാക്കിയിട്ട് പോലും. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ സ്പോൺസേഴ്സിനെ ഒന്നും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം, സംഭവിച്ചിട്ടുണ്ടാകുന്നൊരു കാര്യം, ഇവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൻ്റെ ഒരു ഇത്രയും പോലും അവർക്ക് തിരിച്ച് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നൊരു സംഭവം അവിടെ നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പം അവരുടെ ഒരു പേഴ്സണൽ ബിസിനസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു ക്ലബിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കാനായിട്ടുള്ളൊരു ഫാക്ടർ ആയേക്കാം. ഈ ഫുട്ബോളിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബിസിനസ് മോഡലിൽ നിന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും അവരുടെ ഒരു ഫുട്ബോൾ പാഷൻ അല്ലെങ്കിൽ ഫുട്ബോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു പരിപാടിയിലാണ് പലരും ഇതിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. അല്ലാണ്ട് ഇതിലൂടെ ഒരു ബിസിനസ് മോഡൽ കണ്ടെത്താമെന്നുള്ളൊരു പരിപാടിയൊന്നും അല്ല. ഇനി നമുക്കിനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരാം. പല കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പം പ്രസാദ് ആണ് നമുക്കറിയാം മെയിൻ ഓണർ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് ചില കോ ഓണേഴ്സും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലും ഒരു കാര്യം നടത്തുമ്പോഴത്തേക്കും അതിനൊരു കംപ്ലീറ്റ്ലി നെഗറ്റീവ് പറയുന്ന ആളുകളും കംപ്ലീറ്റ്ലി പോസിറ്റീവ് പറയുന്ന ആളുകളും എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിനകത്തുള്ളൊരു വസ്തുത നമ്മളൊന്ന് നോക്കിയിട്ട് അത് നമുക്കൊരു പോസിറ്റീവായിട്ട് വരുന്നതാണോ എന്ന് ചിന്തിക്കാം. അല്ലെങ്കിൽ അതിന് എങ്ങനെ ഒരു നെഗറ്റീവ് സൈഡാണോ അല്ലെങ്കിൽ അതിന് വിമർശിക്കപ്പെടേണ്ടതാണോ, ഇതാണ് പേഴ്സണലി ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് നമുക്ക് ജഡ്ജ്മെൻറ്റുകൾ തെറ്റിപ്പോയേക്കാം ഒബ്വിയസ്ലി. കാരണം ഞാനൊരു മനുഷ്യനായതുകൊണ്ട് പറഞ്ഞു വന്നതാണ്, നമുക്ക് അതിൻ്റെ ഫാക്റ്റാണ് നോക്കേണ്ടത്. അല്ലാണ്ട് ആ വ്യക്തികൾ ഒരു കാര്യം നെഗറ്റീവായിട്ട് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് ചെയ്തുകൊണ്ട് അതെല്ലാം അങ്ങനെ ആകണം എന്ന് ചിന്തിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നലെ നമ്മുടെ ഡ്യൂറൻ കപ്പ് മാച്ചിന് ശേഷം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ചാനലിലൂടെ ഏർലി ജഡ്ജ്മെൻറ്റ്സ് ആണ് പലപ്പോഴും നടത്തുന്നത് എന്നുള്ളത്. അത് പറഞ്ഞെന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം മിലോസിൻ്റെ കാര്യത്തിലാണ് ഇന്നലെ ശക്തമായിട്ടൊരു വിമർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളും കോമൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഡ്യൂറൻ കപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള തരത്തിൽ ഒരു വിമർശനത്തിൻ്റെ ഒരു ഇതില്ല, നമ്മൾ ലെസൺസ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. പക്ഷേ മിലോസിൻ്റെ കാര്യത്തിൽ ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം എന്നുള്ള നിലയിൽ പറയാനുണ്ടായ ഫാക്ടർ ഞാൻ അതിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ മാച്ചിൻ്റെയോ അല്ലെങ്കിൽ ഡ്യൂറൻ കപ്പിലെ 2 മാച്ചിൻ്റെ കാര്യത്തിലൊന്നും അല്ല. മിലോസിൻ്റെ കാര്യത്തിൽ സെക്കൻഡ് ഫേസ് ഓഫ് ദി ISL മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷയത്തിൽ ചില പ്രോബ്ലംസ് തോന്നിയിട്ടുണ്ട്. അതിപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫെൻസീവ് അവയർനെസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു സെൻറ്റർ ബാക്ക്, ഒരു സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ അദ്ദേഹം അവിടെ ഡീസൻ്റായിട്ട് കളിക്കുന്നു. പക്ഷേ ഒരു ഫോറിൻ സെൻറ്റർ ബാക്ക്, ഒരു ഇന്ത്യൻ സെൻറ്റർ ബാക്കുമായിട്ട് കളിക്കുമ്പോഴത്തേക്കും ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് ഒരു എക്സ്ട്രാ പെർഫോമൻസ് വരണം. ഇപ്പം ലെസ്കോവിച്ച് അത് പറയാം, പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു ഇഞ്ചറി ആയിരുന്നു പ്രധാന പ്രശ്നം. ഇപ്പം ബാക്കി ഏത് ടീമിൻ്റെ സെൻറ്റർ ബാക്സ് നോക്കി, പോടെ ഉണ്ടിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ കാർലോസ് ഡെൽഗാഡോ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഒരു എക്സ്ട്രാ എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസിനെ മൊത്തത്തിലൊരു കൺട്രോൾ ചെയ്യുന്ന തരത്തിലൊരു പെർഫോമൻസ് നടത്തുന്ന പ്ലെയറാണ് വേണ്ടത്. പക്ഷേ അത് മിലോസിൽ നിന്ന് പലപ്പോഴും മിസ്സാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞൊരു ഗോളിൽ ഐബാൻ്റെ ഒരു ഇതുണ്ടെങ്കിലും മിലോസിൻ്റെ ഒരു അവയർനെസ് അവിടെ നഷ്ടപ്പെട്ടതിലാണ് അദ്ദേഹത്തിന് ഒരു കാര്യം ഞാൻ പരാമർശിച്ച് ആ ഒരു വീഡിയോയിൽ പോയിട്ടുള്ളത്. അപ്പം മിലോസ്
ഈ ഒരു പെർഫോമൻസ് ആയിരിക്കില്ല ISL ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് കളിച്ചേക്കും. പക്ഷേ ഇങ്ങനത്തെ ഉള്ളൊരു ഫാക്ടേഴ്സ് അവിടെ നിലനിൽക്കുന്നത് തന്നെയാണ്. അദ്ദേഹം ISL കളിച്ചപ്പോൾ കണ്ടതാണ്. അപ്പോൾ അതാണ് പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് 2026 വരെയുള്ള ഒരു 2 വർഷത്തെ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുത്ത സമയത്ത് നമുക്ക് അതൊരു വറിയായിട്ട് സംസാരിക്കുന്നതിൽ എന്ത് തെറ്റാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം പറയാം, പുതിയ കൊയ്ഫ് വരുമ്പോഴത്തേക്ക് അദ്ദേഹം ബെഞ്ചിലാകും. ഉറപ്പായിട്ടും ചിലപ്പം ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കൊയ്ഫ് തന്നെയായിരിക്കും വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു ഫാക്ടർ മനസ്സിലാക്കാം, നമുക്ക് 6 വിദേശ താരങ്ങളെ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരു ഇഞ്ചുറി വന്ന സാഹചര്യം, ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ തന്നെ ലെസ്കോനായിരുന്നു മെയിൻ സെൻറ്റർ ബാക്ക്. പക്ഷേ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി കൂടുതൽ മത്സരങ്ങൾ മിലോസിന് കളിക്കേണ്ട ഒരു സാഹചര്യം വന്നതാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചുറി പറ്റിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ പ്ലെയർ കളിച്ചിരുന്നെങ്കിൽ നന്നായി വന്നേനെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഈ പറഞ്ഞ പോലെ സീസണിൻ്റെ ഇടയിലും അല്ലെങ്കിൽ അവസാനമൊക്കെ ന്യായീകരിച്ച് മെഴുകേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇത് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് കുറച്ച് വേദനാജനകം തന്നെയാണ്. ഇനി നമുക്ക് ഈ ഒരു സീസണിലെ കാര്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒരു ട്രാൻസ്ഫർ ഇങ്ങനത്തെ ഉള്ളൊരു സംഭവത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു റെക്കോർഡ് ഫീലാണ് നമ്മൾ ജിക്സൺ സിങ്ങിനെ വിട്ടത്. ഏതാണ്ട് 3.3 CR എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ എമൗണ്ട് എവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അത്രയും വലിയൊരു ഫീ കിട്ടിയിട്ട് ഇവിടെയാണ് ചോദ്യചിഹ്നങ്ങൾ വരുന്നത്. ഇപ്പം രാഹുലിനെയും പ്രീതത്തിനെയും ഒരു പക്ഷേ സെല്ല് ചെയ്തേക്കാന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഉള്ളൊരു എമൗണ്ട്സ് വരുമ്പോഴത്തേക്കും നമ്മൾ എവിടെ അത് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, അത് തന്നെയാണ് ഡുറൻ കപ്പിലെ ചില കാര്യങ്ങൾ വിമർശിക്കേണ്ടി വന്നത്. കാരണം റൈറ്റ് വിങ്ങിലും അല്ലെങ്കിൽ റൈറ്റ് ബാക്കിലും നമുക്ക് പ്ലേയേഴ്സിൻ്റെ ഒരു ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തണം. ഇപ്പം പറഞ്ഞ ഈ ഫീ കിട്ടിയ എമൗണ്ട്സിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള നിലയിൽ ഒരു പ്രോഗ്രഷൻ നടത്താനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ഇങ്ങനെ അങ്ങ് പോയി അല്ലെങ്കിൽ എല്ലാ സീസണിലും നമ്മളൊരു പ്ലേ ഓഫ് കളിച്ചു, അടിപൊളി എന്ന് പറഞ്ഞ് കൈയടിച്ച് അങ്ങനെ പോകാനാണ് പ്രശ്നമില്ല. പക്ഷേ പറഞ്ഞു വരുന്നത് ട്രോഫി, ഈ ട്രോഫി നടക്കി പറയേണ്ടി വരുന്നത് പോലും അതൊരു പ്രൈമറി ആയിട്ടുള്ളൊരു ലക്ഷ്യമായിട്ട് വരേണ്ടതാണെന്ന് പറയുന്നത് പോലും വേദനാജനകമാണ്. അപ്പം സോ അതിലേക്ക് വരുമ്പോഴത്തേക്കും ആ കിട്ടുന്നൊരു പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ചോദ്യമാണ്. അപ്പോൾ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോഴത്തേക്കും ഓക്കെ, നമ്മുടെ പൂള് വലുതാണ്, നമുക്ക് എടുക്കാൻ ഇതുണ്ട്. പക്ഷേ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും ഈ SD തന്നെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ പൂള് വളരെ ചെറുതാണ്, അവിടുന്ന് പ്ലേയേഴ്സിനെ കിട്ടണമെങ്കിൽ ഇതാണ്. ഇപ്പോൾ അവസാന നിമിഷം എല്ലാ പ്ലേയേഴ്സുകളും ബെറ്റർ ആയിട്ടുള്ള റൈറ്റ് വിങ്ങേഴ്സൊക്കെ പല ക്ലബ്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ആരുണ്ട് എടുക്കാൻ, അല്ലെങ്കിൽ റൈറ്റ് ബാക്കായിട്ട് ആരുണ്ട് എടുക്കാൻ? ഇങ്ങനത്തെ ഉള്ള ചോദ്യചിഹ്നങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെ പറയാതിരിക്കും ഗൈസ്? ഇത് ഈ സീസണിൽ മാത്രം സംഭവിച്ചിട്ടുള്ള കാര്യമല്ല. ഞാൻ പറയുകയാണ്, ഇപ്പോൾ ലാസ്റ്റ് സീസണിലേക്ക് നോക്കാം. നമ്മൾ സഹലിനെയും അതുപോലെ തന്നെ ഗില്ലിനെയും ആയിഷ് അധികാരിയെ നമ്മൾ സെല്ല് ചെയ്തു. ഓൾമോസ്റ്റ് 3 കോടിക്ക് മുകളിൽ നമുക്ക് ട്രാൻസ്ഫർ ഫീ ഈ ഒരു ഇനത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു എമൗണ്ട് നമ്മൾ എവിടെയാണ് ഒരു ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ചെയ്തിട്ടുള്ളത്? എയ്ബാൻ്റെ കാര്യം നമുക്ക് പറയാം, ഏതാണ്ട് 1.4 CR ആണ് ട്രാൻസ്ഫർ ഫീ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പ്രീതത്തിന് നമ്മൾ 90 lakh വാങ്ങിക്കുകയും സഹലിനെ കൊടുക്കുകയും ചെയ്തിട്ടാണ് അത് കിട്ടിയത്. പിന്നെ ഇഷാൻ പണ്ഡിത് അല്ലെങ്കിൽ മറ്റ് പല പ്ലേയേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ഫീ ഒന്നും ഇല്ലാണ്ട് ഫ്രീ ഏജൻസ് ആയിട്ട് കിട്ടിയുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പം ആ ഒരു എമൗണ്ട് നമ്മൾ എവിടെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടേ? ഓക്കെ, ഈ പറയുന്നത് പോലെ ഓണറിൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആധാരം പണയം വെച്ചൊന്നും ഒരിക്കലും എടുക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് കിട്ടുന്ന എമൗണ്ടെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യണ്ടേ? അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അതിന് മുന്നത്തെ സീസണിൽ ഞാൻ പറയാം, ഇപ്പം സഞ്ജീവ് സ്റ്റാലിൻ അല്ലെങ്കിൽ വിൻസി ബാരറ്റോ, പുട്ടിയ ഇങ്ങനത്തെ പ്ലേയേഴ്സിൻ്റെ കാര്യമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പോലും നമ്മൾ 1.5 CR എബോവ് നമുക്ക് ഫീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് നമ്മൾ എവിടെയാണ് സ്പെൻഡ് ചെയ്തത്? ഇപ്പം സ്റ്റാലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്റ്റാലിൻ പോയി, അടുത്ത സീസണിൽ നമുക്ക് വിങ് ബാക്കിൻ്റെ കാര്യത്തിൽ പ്രശ്നം വന്നു. ഇപ്പം സന്ദീപിനെ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇഞ്ചുറി പറ്റി നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയായിരുന്നു ആ സീസൺ. പിന്നെ എങ്ങനെ ഡൗൺഫോളിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് റൈറ്റ് വിങ്ങർ വേണം, ഒരു നല്ല വിങ്ങർ വേണം. നമ്മൾ വിൻസി പോയിട്ട് അതിന് പറ്റിയൊരു പിന്നെ പകരക്കാരനെ നമ്മൾ ഇപ്പോഴും കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഈ ഫാക്ട്സ് നിരത്തിയാണ് ക്രിറ്റിസിസംസ് പറയുന്നത്. സോ അല്ലാണ്ട് കണ്ണും പൂട്ടി അടച്ച SD അത് ചെയ്തു, അത് നെഗറ്റീവ്, നിഖിൽ അത് ചെയ്തു, അത് നെഗറ്റീവ്, അല്ലെങ്കിൽ മോഹൻ ബഗാൻ അത് ചെയ്തു, അത് അടിപൊളി എന്ന് പറയാനല്ല. ഓരോ കാര്യങ്ങളിലും അതിൻ്റെ ഒരു ഫാക്ട് ചെക്ക് നടത്തിയിട്ട് പരിശോധിച്ചിട്ട് അതിൻ്റെ ഡിസ്കഷൻസ് നടത്തിയിട്ട് പോലുമാണ് പലപ്പോഴും ഈ വീഡിയോസായിട്ട് 5-6 മിനിറ്റ്സുള്ള വീഡിയോസായിട്ട് പോലും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലാണ്ട് ഒരു ഇനിഷ്യൽ തോട്ട്സ് വെച്ചിട്ട് ഒരു കാര്യം വരുന്ന ഉടനെ നമ്മൾ പലപ്പോഴും സംസാരിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. കുറച്ച് ടൈം എടുക്കുന്നത് ഇതിനെ പറ്റിയിട്ട് ഉള്ളൊരു നിരീക്ഷണവും അല്ലെങ്കിൽ ഇതിൻ്റെ പഠനങ്ങളും കൂടിയൊക്കെ നടത്താൻ വേണ്ടിയാണെന്നുള്ളത്. ഇതൊന്നും ചൂണ്ടിക്കാട്ടാനുള്ള അവകാശമില്ലെങ്കിൽ ക്ലബിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവകാശവും ഇല്ല എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും നെഗറ്റീവ് പറയുന്നതല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതാണ്. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ട് നമ്മളൊരു സക്സസ്ഫുൾ എന്ന നിലയിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അടച്ച് മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ അല്ലല്ലോ. അതിപ്പോൾ ഒരു സീസണല്ല, കഴിഞ്ഞ കുറേ സീസണുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ കേസ്. അപ്പം എനിക്ക് ഒരിക്കലും ഞാൻ ഇൻഡിവിജ്വൽ എന്ന നിലയിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. നിഖിൽ ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ആണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഖിൽ അവരുടെ ഒരു ഫാമിലി ബിസിനസ്സാണ് ഏറ്റെടുക്കുന്നത്. അതായത് നമുക്കറിയാം, ആദ്യം ഓണറായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള പ്രസാദാണ്. അപ്പം
നിമങ്കട പ്രസാദ് ഉണ്ടായിരുന്ന സമയത്ത് CEO ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം വരുണാണ്, പിന്നീട് മാറി വന്നിട്ടുണ്ട്, വിരൺ ഡിസിൽവ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ വർണ്ണൊക്കെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരുപാട് സ്പെൻഡിങ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള തരത്തിലായിരുന്നു എന്നുള്ളത് സംശയമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ ബിഗ് ക്ലബ്സ് ഒക്കെ ചെയ്യുന്ന തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് എഫക്റ്റീവായിട്ട് വന്നിട്ടില്ല. അതിനൊരു ചേഞ്ച് ഉറപ്പായിട്ടും ഈ സ്പോർട്ടിംഗ് ഡയറക്ടർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മേലെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ഫ്ലോസും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ സംയോജിച്ച് വരുമ്പോഴാണ് ഒരു ക്ലബ്ബ് എന്ന നിലയിൽ സക്സസ് ആകുന്നത്. പക്ഷേ ഒരു ബിസിനസ് മോഡൽ എന്ന നിലയിൽ നോക്കുമ്പോഴത്തേക്കും ആ ഫാമിലി ബിസിനസ് ഏറ്റെടുക്കുന്നു, ഒരു പല പ്ലേയേഴ്സിനെ നമ്മൾ വളർത്തുന്നു, സെല്ല് ചെയ്യുന്നു, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് മോഡൽ നോക്കുമ്പോഴത്തേക്കും നല്ലതാണ്. അതുപോലെ തന്നെ പുതിയ ബ്രാൻഡുകൾ ഉണ്ടാക്കുന്നു. ഇപ്പം ചിപ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പല സോഡ ആണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കുന്നു, അതിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു ഫാമിലി ബിസിനസ് നിലയിൽ നോക്കുമ്പോഴത്തേക്കും നികുതി ചെയ്യുന്നതിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് പറയാം. പക്ഷേ ഫാൻസ് എന്ന നിലയിലേക്ക് വരുന്ന സമയത്ത് നമുക്കതൊരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ എടുക്കാൻ കഴിയുമോ എന്നുള്ളിടത്താണ് ഒരു ചോദ്യം ഇത്. അപ്പം ഞാൻ സംസാരിക്കാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പെർസ്പെക്റ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ഫുട്ബോൾ പെർസ്പെക്റ്റീവിലൊക്കെ ആണെങ്കിലും എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഇപ്പം ഫാൻസ് കാര്യങ്ങളെ സെൻസിബിളായിട്ട് ചിന്തിക്കാൻ വേണം. അത് ഒരു ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിലും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിലും അതിനെ ഒന്ന് നോർമലൈസ് ചെയ്യുക. നമ്മളിപ്പം എല്ലാവരും അത് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണോന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നല്ല, ആ ഒരു ഫാക്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റുക, വ്യക്തികളെ നോക്കാണ്ട് തന്നെ അങ്ങനെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം ആസ് എ ഫാൻസ് എന്ന നിലയിൽ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്. അത് ക്ലബിൻ്റെ ഒരു പോസിറ്റീവായിട്ട് വരാനാണ്. അത് എല്ലാ കാര്യങ്ങളും വരുമ്പോൾ നെഗറ്റീവായിട്ട് വരാനല്ല. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ വന്ന് സംഭവിക്കുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. സോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ തോന്നുന്നു ഈ ഒരു വീഡിയോയിൽ. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.